ഹായ് എവരി വൺ. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക്കിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ രണ്ട് നല്ല അപ്രോച്ചുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അരിത്മെറ്റിക് സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ റേഷ്യോ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത്രയും നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോസ് 7:9 എന്ന് പറയുന്നുണ്ട് അല്ലെ. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോസ് 7:9 ആണ്. അപ്പൊ ഓരോ നമ്പേഴ്സിന്റെ കൂടെയും 20 ആഡ് ചെയ്യുമ്പോൾ റേഷ്യോ 4:5 ആവുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, ഒരേ നമ്പേഴ്സ് ആണ് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നതെങ്കിൽ ഡിഫറൻസ് എന്തായിരിക്കും വരിക, എക്സാക്ട്ലി കോൺസ്റ്റന്റ് ആയിരിക്കും വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഡിഫറൻസിൽ എന്ത് വരില്ല, രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസിൽ ഒരു മാറ്റവും വരില്ല അല്ലെ, ഒരേ നമ്പറുകൾ തന്നെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എത്ര വരിക, 2 ആണ് വരിക. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1 ആണ് വരിക അല്ലെ. അപ്പൊ ഈ രണ്ടവിടെയുള്ള ഡിഫറൻസും എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ എങ്ങനെ കോൺസ്റ്റന്റ് ആക്കാം, ഈ 1നെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ കൺസേൺ റേഷ്യോസിനെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ വരുന്നത്. ഇവിടെ 7:9 ആണ് വരിക. ഇവിടെ എത്ര വരിക, 4 × 2 എന്ന് പറയുമ്പോൾ 8, 5 × 2 എന്ന് പറയുമ്പോൾ എത്ര വരിക, 10 ആണ് വരിക അല്ലെ. നമ്മൾ റേഷ്യോസ് 4:5 ജസ്റ്റ് എന്ത് ചെയ്യുന്നേ ഉള്ളൂ, റീഅറേഞ്ച് ചെയ്ത് 8:10 എഴുതുന്നേ ഉള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ റേഷ്യോ പ്രകാരം ഇവിടെ എത്ര അഡീഷൻ ആണ് വരിക, 1 എന്ന അഡീഷൻ ആണ് വരിക അല്ലെ. 1ന് പകരം നമുക്ക് ഇവിടെ എത്രയാണ് ആഡ് ചെയ്യുന്നത്, 20 ആണ് ആഡ് ചെയ്യുന്നത് അല്ലെ. അതായത് 1 എന്ന് പറയുന്ന റേഷ്യോ 20 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂവിന് ഈക്വൽ ആകുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഇനി നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കൺസേൺ നമ്പേഴ്സിൽ നിന്നും 20 ആണ് കുറയ്ക്കുന്നത് എങ്കിൽ ആ നമ്പേഴ്സിന്റെ റേഷ്യോസ് എത്ര വരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്പേഴ്സ്, ഇത് 20 ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള നമ്പേഴ്സിന്റെ റേഷ്യോസ് അല്ലെ. ഇത് ഇനീഷ്യൽ ഉള്ള റേഷ്യോ, 20 ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള റേഷ്യോസ് അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ നമ്പേഴ്സിൽ നിന്നും ഇനീഷ്യൽ വാല്യൂ ഓഫ് നമ്പേഴ്സിൽ നിന്നും നമ്മൾ എന്താ ചെയ്യുന്നത്, 20 കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നിങ്ങൾ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക, നമുക്ക് അറിയാൻ പറ്റും അല്ലെ, 1 എന്ന് പറയുന്ന റേഷ്യോ 20 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂവിന് ഈക്വൽ ആണ് അല്ലെ. അപ്പോൾ -20 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂവിന് ഈക്വൽ ആകുന്ന കറസ്പോണ്ടിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഏതാണ് വരിക, -1 അല്ലേ വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു യൂണിറ്റ് ആഡ് ചെയ്യുന്നു പറയുമ്പോൾ 20 എന്ന് പറയുന്ന വാല്യൂ ആണ് ആഡ് ആകുന്നത്, അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന വാല്യൂ ആഡ് ആകുമ്പോൾ ഒരു യൂണിറ്റ് ഓഫ് റേഷ്യോ ഇൻക്രീസ് ആണ് ആകുക അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, 20 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ കുറയുമ്പോൾ 1 എന്ന് പറയുന്ന റേഷ്യോ യൂണിറ്റിന്റെ റിഡക്ഷൻ ആണ് സംഭവിക്കുക അല്ലെ. അപ്പൊ ഇവിടെ 7:9 ആണെങ്കിൽ 1 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, എക്സാക്ട്ലി 6:8 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, 20 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നമ്പേഴ്സിൽ നിന്നും അതിന്റെ റേഷ്യോ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ റേഷ്യോ എത്ര വരിക, 20 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6:8 ആണ് വരിക. അപ്പൊ 6:8നെ ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എത്ര വരിക, 3:4 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാക്ട് ആയിട്ടും അവൈലബിൾ ആവുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം. രണ്ട് നമ്പേഴ്സുകൾ തമ്മിലുള്ള റേഷ്യോ 4:5 എന്നാണ് പറയുന്നത് അല്ലെ. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോസ് 4:5 ആണ്. ഫസ്റ്റ് നമ്പർ ഈസ് ഡബിൾഡ് വൈൽ ദ സെക്കൻഡ് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 60 എന്നാണ് പറയുന്നത് അല്ലെ. ഫസ്റ്റ് നമ്പറിനെ ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റും, 4 ആണ് ഫസ്റ്റ് നമ്പർ, ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ 4 എന്താന്ന് പറയാൻ പറ്റും, 8 എന്ന് പറയാൻ പറ്റും അല്ലെ. ഈ കൺസേൺ നമ്പറിന്റെ കൂടെ 60 ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ പുതിയ റേഷ്യോ എത്ര ആവുന്നത് ചോദിച്ചാൽ 2:5 ആവുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്പറിനെ ഡബിൾ ചെയ്യുമ്പോൾ എത്രയും നമുക്ക് കിട്ടുക, 8 ആണ് കിട്ടുക അല്ലെ. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ ഡബിൾ ചെയ്ത് കഴിഞ്ഞു, സെക്കൻഡ് നമ്പറിന്റെ കൂടെ 60 ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഉള്ള കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന രണ്ട് വാല്യൂസിന്റെയും റേഷ്യോസ് 2:5 ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. ഇവിടെ 2ന് പകരം നമുക്ക് എത്ര തന്നിരിക്കുന്നത്, എക്സാക്ട്ലി 8 ആണ് നമ്മൾ ആക്കിയിരിക്കുന്നത് അല്ലെ. 4 8 ആക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയും ഇവിടെയുമുള്ള റേഷ്യോ എന്താവണമെന്നേ ഉള്ളൂ, 2:5 ആവണമെന്നേ ഉള്ളൂ അല്ലെ. അപ്പൊ 2 എന്ന് പറയുന്നത് 8ന് ഈക്വൽ ആണെങ്കിൽ 5 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് വരിക, 2 8 ആണെങ്കിൽ 1 4 ആണ് വരിക. അപ്പൊ 5 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആവുക, 20 ഈക്വൽ ആവുക. പറഞ്ഞ കാര്യം ക്ലിയർ തന്നെയാണ് കേട്ടോ. ആദ്യത്തെ വാല്യൂവിന്റെ ഡബിൾ നമ്മൾ കൺസിഡർ ചെയ്തു,
ഇവിടെ നമ്മൾ എന്താ ചെയ്തത് 60 ആഡ് ചെയ്യുന്നു. അപ്പോൾ റേഷ്യോ എന്തായിരിക്കണം എന്നാണ് പറയുന്നത് 2:5 ആയിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ. 2:5 തന്നെയല്ലേ, 8:20 പറഞ്ഞാലും 2:5 ആണ് വരിക അല്ലെ. ഇത് പ്രകാരം രണ്ടാമത്തെ നമ്പറിന്റെ കൂടെ എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത് 15 ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ 15 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് വരിക, എക്സാക്ട്ലി 60 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂവിനാണ് ഈക്വൽ ആവുക. അപ്പൊ 1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും വരിക, 4ന് ഈക്വൽ ആയിരിക്കും വരിക അല്ലെ. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ദെൻ ഫൈൻഡ് ദി സം ഓഫ് ദ ടു നമ്പേഴ്സ് ഇനീഷ്യലി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിന്റെയും സം ആണ് നമുക്ക് റിക്വയർഡ്. അപ്പൊ 4:5 എന്ന് പറയുമ്പോൾ 9 ആണ് വരിക. അപ്പൊ 1 4 ആണെങ്കിൽ 9 എന്ന് പറയുന്ന എത്ര വരിക, എക്സാക്ട്ലി 36 എന്ന് പറയുന്ന റിസൾട്ട് ആണ് നമുക്ക് കിട്ടുക അല്ലെ. അപ്പൊ ആ ഒരു കോൺസെപ്റ്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ റേഷ്യോസിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആക്കുന്നോ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അരിത്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ കുറച്ച് കോഴ്സസ് ഇപ്പോൾ പ്രിവൈലിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് അപ്കമിംഗ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും. അപ്പോൾ ഓഫ്ലൈനിൽ നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ വെച്ചിട്ടാണ് ആ കൺസേൺഡ് ആയിട്ടുള്ള ബാച്ച് ഇപ്പോൾ കണ്ടക്ട് ചെയ്ത് പോകുന്നത്. കോഴിക്കോട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മളെ ബേസ് ഒക്കെ ക്ലിയർ ആണ്. അതുപോലെ തന്നെ പ്രിലിംസ് കുറച്ച് മാർക്കിന് പോയി, അതുപോലെ തന്നെ മെയിൻസ് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ബേസ് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സാണ് ഈ പറയുന്ന റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറയുന്നത് ഓഫ്ലൈൻ സ്ട്രീമിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അതേപോലെ തന്നെ റിപ്പീറ്റേഴ്സ് ബാച്ച് നിങ്ങൾക്ക് കോഴിക്കോട് വന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ഓൺലൈനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആ കൺസേൺഡ് ആയിട്ട് ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഏപ്രിൽ 24 മുതൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എല്ലാ റെക്കോർഡഡ് സെഷൻസും എന്താണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്, അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എത്ര വരിക, 5500 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അപ്കമിംഗ് ആയിട്ട് വരുന്ന ബാച്ചാണ് നമ്മുടെ ജൂലൈ 9 നമ്മൾ ബാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ IBPS SBI ടാർജറ്റ് ബാച്ചാണ് അതിൻ്റെ പേര്. അപ്പോൾ വരാനിരിക്കുന്ന എക്സാംസ് കുറേ ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഓഗസ്റ്റ് 17 മുതൽ എക്സാംസിൻ്റെ സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ബാച്ചാണ് IBPS SBI ടാർജറ്റ് ബാച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് 9 ജൂലൈയിലാണ് അത് കൺസേൺഡ് ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കോഴ്സിൻ്റെ ഫീസ് ഇതാണ് വരിക. ഓക്കെ, അപ്പൊ ഏത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നേരത്തെ തന്നിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ കൺസേൺഡ് ആയിട്ടുള്ള IBPS SBI ബാച്ചിന്റെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ 30-ാം തീയതി നമ്മുടെ ഫ്രീ ആക്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ ഡെമോ ക്ലാസ്സസ് കൺസേൺഡ് ആയിട്ടുള്ള ബാച്ചിന്റെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൂടാതെ നമുക്ക് ഇനി എക്സാമിന്റെ സീസൺ ആണ് ഞാൻ പറഞ്ഞു അല്ലെ. ഓഗസ്റ്റ് 17 മുതലാണ് നമ്മുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. IBPS PO ആണ് എന്ത് സ്റ്റാർട്ടിങ് എക്സാം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാക്ട്ലി സൈലത്തിന്റെ റിക്വയർഡ് ഏതാണോ നിങ്ങൾക്ക് കോഴ്സ് അത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഓഫ്ലൈനിൽ പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ നേരിട്ട് കോഴിക്കോട് വന്നോളൂ. അപ്പോൾ ബാക്കി വേറെ ഒരു സെഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ സ്റ്റുഡൻസ്, ബൈ.